Mosaic India. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയെ വ്യത്യസ്തമാക്കുന്നത് കഥകളി വേഷക്കാരുടെ അല്ലെങ്കിൽ അഭിനേതാക്കളുടെ തികച്ചും യുണീക്കായ മുഖത്തെഴുത്തും മറ്റു വേഷവിധാനങ്ങളുമാണ്. ചമയം അല്ലെങ്കിൽ മേക്കപ്പിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്ന മറ്റൊരു കലാരൂപമുണ്ടോ എന്ന് സംശയമാണ്. കഥകളിയിലെ കഥാപാത്രങ്ങൾക്ക് ഭാവവും ജീവനും നൽകുന്നത് ചുട്ടിയും മുഖത്തെഴുത്തുമാണ്. നമുക്കൊക്കെ അറിയാം, കഥകളി വേഷക്കാരുടെ രണ്ട് കവിളിൻ്റെ സൈഡിലായിട്ട് വിതിർന്നു നിൽക്കുന്ന വെളുത്ത ഒരു മേക്കപ്പാണ് ചുട്ടി എന്ന് പറയുന്നത്, അല്ലേ? ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദം വരെ ഈ ചുട്ടി ഉണ്ടാക്കിയിരുന്നത് അരിമാവും ചുണ്ണാമ്പും ചേർത്ത ഒരു മിശ്രിതം ഉപയോഗിച്ചായിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഇതിനൊരു മോഡേണൈസേഷൻ വന്നു. കടലാസ് കൊണ്ടുള്ള കഥകളി ചുട്ടിയുടെ ആവിർഭാവം കഥകളി വേഷക്കാരെ മാത്രമല്ല, ചമയക്കാരെയും ഒരുപാട് സഹായിച്ചു. ഈ കടലാസ് ചുട്ടി കണ്ടുപിടിച്ചതാവട്ടെ കഥകളിക്ക് പേരുകേട്ട തിരുവല്ല ശ്രീവല്ലഭ വിലാസം കഥകളി യോഗത്തിലെ ഒരു ചമയ വിദഗ്ധനായ തെക്കിനയിടത്തെ രാമകൃഷ്ണ പണിക്കരായിരുന്നു. ശ്രീ രാമകൃഷ്ണ പണിക്കർ ഇന്നില്ല. എന്നാൽ അദ്ദേഹത്തോടൊപ്പം നിരവധി കളിയരങ്ങുകളിലെ വേഷങ്ങൾക്ക് ചമയമൊരുക്കിയിട്ടുള്ള തിരുവല്ല ശ്രീവല്ലഭ വിലാസം കഥകളി യോഗത്തിലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു ചമയ വിദഗ്ധനാണ് ശ്രീ തിരുവല്ല ഗോപിനാഥൻ നായർ. കഴിഞ്ഞ 65 വർഷക്കാലമായി കഥകളിയുടെ മേക്കപ്പ് അല്ലെങ്കിൽ മുഖത്തെഴുത്ത് നടത്തുന്ന ശ്രീ ഗോപിനാഥൻ നായർ ഇന്ന് എന്നോടൊപ്പമുണ്ട്. ഏറെ ശ്രമകരമായി തയ്യാറാക്കിയിരുന്ന അരിമാവ് ചുട്ടിയിൽ നിന്ന് കടലാസ് ചുട്ടിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റം, അതെങ്ങനെയുണ്ടായി, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ശ്രീ ഗോപിനാഥൻ നായരോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം, അല്ലേ? ഗോപിച്ചേട്ടാ നമസ്കാരം. രാഘവൻ സാറേ നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ, അല്ലേ? കുഴപ്പമില്ല. ഞാൻ കുറച്ച് നാളായിട്ടൊരു കലാരംഗത്തു നിന്നും വിട്ട് ഒരു 2-3 കൊല്ലക്കാലമായിട്ട് ഒരു ചെറിയ വിശ്രമ ജീവിതത്തിലാണ്. അതെന്ത് പറ്റി? അത് ഞാൻ ഈ കൊറോണ വന്നപ്പോൾ ഒരു വീട്ടിലുള്ള ആൾക്കാർക്ക് ഇതിനെ പോകണ്ട എന്ന് പറഞ്ഞു. അതിങ്ങനെ വന്ന അസുഖം വരുമല്ലോ എന്ന് വിചാരിച്ചു. അവർ വയസ്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ 82 വയസ്സായി. അവിടെ അത് കാരണം അവർക്കൊരു ചെറിയ പ്രയാസം കണ്ട് ഞാൻ ഇങ്ങനെ ഒന്നും വിട്ടു. എനിക്കിപ്പോഴും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനിടയ്ക്ക് ഞാൻ 1-2 ദിവസം വന്ന് വരികയും ചെയ്തു പണിയൊക്കെ എടുക്കാൻ. പക്ഷെ അത് ഞാൻ 1956 ഈ കലാരംഗത്ത് വന്നയാളാണ്. അവിടെ 65 വർഷക്കാലം ഈ കലാരംഗത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. നിത്യം എന്നോണം വഴിപാട്, ഭൂലോകത്ത് ഇത്രയും കഥകളി വഴിപാട് നടക്കുന്ന സംഗീതം വേറെയില്ല. ശ്രീവല്ലഭ ക്ഷേത്രമേ ഉള്ളൂ. കലാവല്ലഭൻ എന്നാണ് അത് പറയുന്നത്. അവിടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കണമെങ്കിൽ ഇവിടെ ഈ നേർച്ച നേർന്നാൽ അത് നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വഴിപാട് നടക്കുന്നത്. ഇത്രയും വഴിപാട് നിത്യമുണ്ട്, ഇന്നുമുണ്ട്, ഇന്നലെ ഉണ്ടായിരുന്നു, ദിവസവും ഉണ്ട്. അവിടെ അങ്ങനെ ഒരു 365 ദിവസത്തിൽ ഒരു വളരെ വിരളെണ്ണാവുന്ന ദിവസം മാത്രമേ ഉള്ളൂ ഈ വഴിപാട് ഇല്ലാത്ത ദിവസം. ക്ഷേത്രത്തിന് മുൻപിലെ കളിമണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിലിരുന്ന് ശ്രീവല്ലഭൻ കഥകളി കാണുന്നു എന്നാണ് വിശ്വാസം. കഥകളി വഴിപാടുള്ള ദിവസങ്ങളിൽ അത്താഴ പൂജയ്ക്ക് ശേഷം മേൽശാന്തി ശ്രീകോവിലിൽ നിന്ന് കൊളുത്തിയ ദീപം കൊണ്ട് ഈ പീഠത്തിന് മുൻപിൽ നിലവിളക്ക് കൊളുത്തി പീഠം പുഷ്പാലങ്കൃതമാക്കുന്നു. വഴിപാട് നടത്തുന്നയാൾ പൂജാരിക്ക് ദക്ഷിണ നൽകി പ്രസാദം വാങ്ങിയ ശേഷമാണ് കഥകളി വഴിപാട് ആരംഭിക്കുക.
ഈ പണ്ട് കാലത്ത് ഇവിടെ ഈ മുഖത്തെഴുത്തിന് ആൾക്കാർ കുറവായിരുന്നു, ആൾക്കാരില്ലായിരുന്നു, വളരെ അപൂർവമായിരുന്നു. എനിക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരാൾ ആണ് തെക്കിനടുത്ത് രാമകൃഷ്ണപ്പണിക്കർ എന്ന ഒരാളാണ്. അദ്ദേഹമാണ് ഈ കടലാസ് ചുട്ടി കണ്ടുപിടിച്ച ആൾ. അപ്പോൾ ഇതിനു മുൻപ് എങ്ങനെയായിരുന്നു ഈ അരിമാവ് ചുട്ടിയുടെ ഒരു പ്രത്യേകത? മുമ്പ് ഉണ്ടായിരുന്നത് ഈ അരിമാവും ചുണ്ണാമ്പും ചേർത്തൊരു മിശ്രിതം ഉണ്ടാക്കി, അതാണ് ഈ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഈ 75% പച്ചരി നല്ല വെണ്ണ പോലെ അരച്ചിട്ട് അതിനകത്ത് 25% ചുണ്ണാമ്പും കൂടെ അരച്ച് ചേർത്ത് രണ്ടും കൂടെ ചേർത്തൊരു മിശ്രിതമാണ്. ഉടനെ ആ മിശ്രിതം അത് ഉണങ്ങിയ കോൺക്രീറ്റ് പോലെ നല്ല ഹാർഡാണ്. പക്ഷേ ഇത് അന്നത്തെ കാലത്ത്, പഴയ കാലത്ത്, ഈ കടലാസ് ചുട്ടിക്ക് മുമ്പുള്ള കാര്യം ഞാൻ പറയും. അന്ന് ഇത് വേഷക്കാർ എത്ര വർഷത്തിന് മുൻപുള്ളത്? അത് 1929 ഇത് കണ്ടുപിടിച്ചത്. അതിന് മുമ്പുള്ള കാര്യമായി പറയുന്നത്. അവിടെ അന്ന് ഞാനില്ല. എൻ്റെ ജനനം തന്നെ 1941. ഉടനെ അന്ന് ഞാനില്ല. ഉടനെ ഞാനിത് കണ്ടിട്ടുണ്ട് ഒരു 1-2 പ്രാവശ്യം എന്നുള്ളത് കഴിഞ്ഞാൽ. അത് കാണാൻ സാധ്യത കുറവാണ്. എന്നാലും 1-2 വെച്ച് ഞാനിത് കണ്ടിട്ടുണ്ട്, ചെയ്യേണ്ടി വന്നു കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പറഞ്ഞു കേട്ടുള്ള അറിവ്, ഇത് ഈ അന്ന് ഈ ഇപ്പോഴാണ് ആധുനിക രീതിയിലാണ് ഇപ്പോൾ അതിന് പശയൊക്കെ വെച്ച് ഗമ്മൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പോകത്തേയില്ല. പണ്ട് കാലത്ത് അത് ഈ വാഴയുടെ കറ, കായയുടെ കറ ഒന്ന് പുരട്ടിയിട്ട് അതിൻ്റെ പുറത്ത് വയ്ക്കുമായിരുന്നു. പിന്നല്ലെങ്കിൽ ഈ പപ്പടം അത് നനച്ചിട്ടത് വെച്ചിട്ട് ചെറിയ പശ പോലെ കിട്ടും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിന് ഉറപ്പുണ്ടായിരുന്നോ? ഉറപ്പില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കാര്യം, ഇത് ഒരുപാട് കിളത്തി ചെയ്യാൻ പറ്റത്തില്ല. ഒരു മതിൽ കെട്ടുന്ന ആദ്യം ഒരു 2-3 ലെയർ വെച്ചിട്ട് അതിന് മുകളിലോട്ട് ഞാനിന്ന് 2 പ്രാവശ്യം ഒരു 2 വരക്കിടെ കൂടുതൽ കിടന്നും വരത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇത് പെട്ടെന്ന് പോവും. ഉണങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഉണങ്ങാനുള്ള സമയം കിട്ടത്തില്ല. പിന്നെ ഈ വേഷം കെട്ടാൻ വരുന്ന ആൾക്കാർ ഉച്ചയ്ക്ക് പുറത്തും കളങ്ങിയ ഒരു 2-4 മണിക്കൂർ കൊണ്ട് ഒരു വേഷം ആകത്തുള്ളൂ. അവിടെ അതൊരു ആളുകൾക്ക് വളരെയേറെ പ്രയാസം ഉണ്ടാക്കുന്ന, ഒരാൾ കിടന്നാണ് ചെയ്യുന്നത്. നാടക സ്റ്റൈലിലല്ല ഇത് മേക്കപ്പ്, കിടത്തിയാണ് ചെയ്യുന്നത്, തലക്കിലിരുന്നത് ചെയ്യുന്നത്. അവിടെ ഒരാളിനെ കിടത്തി ഫേസ് ടു ഫേസ് അല്ല, തലതിരിഞ്ഞുള്ള ഏർപ്പാടാണ്. ഒരാളിനെ കിടത്തിയിട്ട് ആളുടെ തലക്കിലിരിക്കുമ്പോൾ ഫേസ് തിരിഞ്ഞായിരിക്കും. ഒരു ചുട്ടി കുത്താൻ എത്ര സമയം കിടക്കേണ്ടി വരും ഒരു വേഷക്കാരന്? അക്കാലത്ത് ഞാൻ പറയുന്നത് 4 മണിക്കൂറൊക്കെ വേണമായിരുന്നു. ഇപ്പോൾ ഈ ആധുനികമായ രീതി വന്നു കഴിഞ്ഞപ്പോൾ ഈ കടലാസ് ചുട്ടി പിടിച്ചതോടുകൂടി എനിക്ക് ഏറ്റവും ലളിതമാണ്. ഞാനൊരു 4 കൊല്ലക്കാലം ഇത് വീട്ടിലിരുന്ന് പഠിച്ചതാണ്. മൺചട്ടിയുടെ പുറത്ത് ഇത് വരച്ചിട്ട് അതേക്കൊണ്ട് എഴുതിയാണ് പഠിക്കുന്നത്. ഉടനെ അത് ഞാൻ 4 കൊല്ലക്കാലം ഇരുന്ന് നല്ലോണമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു 20 മിനിറ്റ് കൊണ്ടെടുക്കേണ്ടി വരത്തില്ല ഒരു സാറിന്. ഈ കടലാസ് ചുട്ടിയുടെ എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത? എങ്ങനെയാണിത് തയ്യാറാക്കുന്നത്? അത് ഈ ഡ്രോയിങ് പേപ്പറാണ്. 1929 ആണിത് ഉണ്ടായത്. അത് അതിൻ്റെ ഒരു കഥയുണ്ട്. തിക്കഴിടത്തൊരു നമ്പൂതിരിക്ക് ദേവസ്വം ബോർഡിൽ ഒരു പ്രൊമോഷൻ കിട്ടിയപ്പോൾ പുള്ളി ഭഗവാന്റെ വഴിപാട് നേർന്നു. ആ വഴിപാട് നടന്നാൽ ഞാൻ അന്ന് കഥകളി നേർന്നിരുന്നു. പുള്ളിക്ക് പ്രൊമോഷൻ കിട്ടി അന്ന് തന്നെ അങ്ങനെ ഇവിടെ വന്നു. പക്ഷെ വന്നപ്പോൾ ഇച്ചിരി വൈകിപ്പോയി. അത് കാരണം ഈ കളിയോഗം ആൾക്കാരെ കണ്ട് സംസാരിച്ചപ്പോൾ ഇത് താമസിച്ച് പോകാണ്ട് പറ്റത്തില്ല, നേരത്തെ ഈ ചുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കാരണം അത് പറ്റിയില്ല. അതുകൊണ്ട് പുള്ളിക്ക് പെട്ടെന്ന് ഇതില്ലാതെ നടക്കാതിരിക്കാൻ പറ്റത്തില്ല. അയാൾ ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചു, ഭഗവാനെ എൻ്റെ വഴിപാട് മുട്ടാൻ പാടില്ല, ഇന്ന് എങ്ങനെയും നടത്തിയാൽ മതിയോ എന്ന് പറഞ്ഞ് വളരെ കരഞ്ഞ് പറഞ്ഞപ്പോൾ ഈ ചുട്ടിക്കലാകാരന് ഒരു പെട്ടെന്നൊരു തോന്നൽ തോന്നി. തലേദിവസം കളിയുടെ ബാക്കി ഒരു ശകലം ചുട്ടിയഴി കയ്യിലുണ്ടായിരുന്നു, ആ പശ. അത് മുഖത്ത് വെച്ചിട്ട് ഡ്രോയിങ് ടീച്ചറും കൂടെ ഇദ്ദേഹം, എനിക്ക് പെട്ടെന്നൊരു യുക്തി തോന്നി. ഈ ഡ്രോയിങ് പേപ്പർ വെട്ടി വെച്ചാൽ അത് ആ ഫേസ് അതിൻ്റെ അനുസരിച്ച് ഫേസിൻ്റെ അനുസരിച്ച് വെട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഏത് വലുപ്പത്തിൽ വേണോട്ട് വെക്കാം. അത് വെച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കാര്യം നടക്കും, ഉള്ളത് കൊണ്ട് കാര്യം നടക്കുകയും ചെയ്യും. അത് ഭഗവാൻ തോന്നിച്ചു കൊടുത്ത ഒരു വലിയ, ഈ ലോകത്ത് തിരുവല്ലക്കാരനായ ഈ രാമകൃഷ്ണപ്പണിക്കരുടെ സംഭാവനയാണ് ഈ കടലാസ് ചുട്ടി കണ്ടുപിടിച്ചത്. ഞാനും അയാളോടൊപ്പം എനിക്കും പല പ്രാവശ്യം ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ എത്ര 3-4 ലെയർ വെക്കേണ്ടി വരും? 2-3 ഒക്കെ വയ്ക്കുക. അതിൻ്റെ വലുപ്പമനുസരിച്ച് ചെയ്യാം. ആളുകളുടെ വേഷത്തിൻ്റെ അനുസരിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ആകും. പക്ഷേ അങ്ങനെ ആണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു വലിയ ഒരു അനുഭവമാണ്. പണ്ട് കാലത്ത് ഇതിനെ ഒരു ചുട്ടിക്കെന്ന് പറഞ്ഞാൽ ഒരാൾ കാണത്തുള്ളൂ. അവിടെ എത്ര കഥയുണ്ടെങ്കിലും ആൾ തന്നെ ചെയ്തു. അതുകൊണ്ട് ഞാനിത് വളരെ വേഗം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അതൊരു പ്രയാസമില്ലാത്ത രീതിയിൽ ഞാനത് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വേഷങ്ങളുള്ളത് പട്ടാഭിഷേകമാണ്. ആ പട്ടാഭിഷേകത്തിന് എത്ര 12 വേഷങ്ങൾ കാണും. ഇതെല്ലാം തന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു. എനിക്കൊരു വേഷം ഉണ്ടാക്കാൻ കൂടി വന്നാൽ പച്ച വേഷത്തിന് 20 മിനിറ്റും കത്തി വേഷത്തിന് 30 മിനിറ്റും താടി ഹനുമാൻ്റെ വേഷം ഇച്ചിരി കൂടുതലുള്ളൂ. അതിനൊരു 10 മിനിറ്റ് കൊണ്ട് എടുക്കും. അത്രയേ ഉള്ളൂ. ഒരു 40 മിനിറ്റ് കൊണ്ട് ഞാനത് ചെയ്യും. അവിടെ എങ്ങനെയാണെങ്കിലും ഇത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും വളരെ സന്തോഷമാണ്. പെട്ടെന്ന് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കൊരു അനുഭവം കൂടെ വേണമെങ്കിൽ പറയണോ? കണ്ട മകനെ പഠിപ്പിച്ചൊരു കഥയുണ്ട്. എന്താണ്? ഞാൻ ഈ നഗരസഭയിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടെയായിരുന്നു. പകൽ മുഴുവൻ ജോലിക്ക് പോകും. രാത്രി കാലങ്ങളിൽ ഈ കഥകളിക്കുള്ളത്. പിന്നെ രാത്രി കാലങ്ങളിൽ ഇതിന് വരും, പകൽ അതിനും പോകും. അവിടെ നിത്യവും ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദിവസവും ഉണ്ടല്ലോ. അവിടെ ഒരു ദിവസം പോലും മുടങ്ങത്തില്ലാത്തതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ അങ്ങനെ ഞാൻ നഗരസഭയുടെ ഒരു മീറ്റിങ്ങിൽ അധ്യക്ഷനായിട്ട് കൊല്ലം നഗരസഭയിൽ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ അന്ന് രാവിലെ കഥകളി ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പോയത്. 2 മണിക്കാണ് മീറ്റിങ്. അവിടെ ഞാൻ ഒരു 5 മണിക്ക് 5 മിനിറ്റ് മുമ്പ് നിർത്തി. 5:05 കൊല്ലം കോട്ടയം ഒരു ഷട്ടിലുണ്ട്. അതേ വന്നാൽ ഇവിടെ വന്ന് 7 മണിക്ക് എത്താം. അവിടെ 7:30 സാറിന് ഞാൻ കളിക്ക് വരുന്നതാണ്. അവിടെ അപ്പോഴത്തെ വരാമെന്നുള്ള കണക്കൂട്ടിൽ മീറ്റിംഗ് നിർത്തി അവിടെ നിന്ന് ഇറങ്ങി ഓടി സ്റ്റേഷനിൽ വന്നപ്പോഴത്തെ വണ്ടി വിടാൻ തുടങ്ങി. അവിടെ നിന്ന് ഞാൻ കയറാൻ പോയില്ല. എന്ന് വെച്ചാൽ വീണാ പോയാൽ കുഴപ്പമാണല്ലോ. അതുകൊണ്ട് അവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കൂടി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ നിന്നൊരു ബസ് കെട്ടി കായംകുളം കായംകുളത്ത് വന്നപ്പോൾ 7:40 7:00 സാറിന് ഞാനിവിടെ വരുന്നതാണ്. 7:40 വന്നു. അവിടെ വന്നുകൊണ്ട് ശ്രീവല്ലഭൻ ആത്മാർത്ഥമായിട്ട് വിളിക്കും. ഞാൻ വന്നില്ല, ഇത് നടക്കത്തില്ല. ഈ കലാവല്ലഭനല്ലേ, അദ്ദേഹത്തിൻ്റെ വഴിപാട് മുട്ടുക എന്ന് പറയാൻ ഒരു വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം. എന്നെ അങ്ങ് വളരെയേറെ വിഷമിപ്പിച്ചു. അങ്ങനെ ഞാൻ മനം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ബസ് വന്നു. കായംകുളം മാവേലിക്കര ബസ് കയറി. മാവേലിക്ക വന്നപ്പോൾ 8:05. ഇവിടെ മൊബൈലില്ലാത്ത കാലമാണ്. വിളിച്ച് പറയാൻ ഒരു മാർഗവുമില്ല. അവിടെ വന്നുകൊണ്ട് ഞാൻ വീണ്ടും വന്നപ്പം മാവേലിക്കര നിന്ന് ബസ് പോയി. 8 മണിക്ക് ലാസ്റ്റ് ബസ് 8:05 വന്നപ്പോൾ മിച്ചൽ ജംഗ്ഷനിൽ വന്നു. അവിടെ വന്നുകൊണ്ട് കരഞ്ഞ് പറഞ്ഞു, ഭഗവാനെ എങ്ങനെ ഇവിടെ വന്നിട്ട് കളിമുട്ടുകയല്ലേ. കരഞ്ഞ് പറഞ്ഞു ഉടനെ എന്നാൽ ഓട്ടോയെ പോരാ. ഓട്ടോയൊക്കെ ഇറങ്ങിയ കാലം ഉടനെ ചെറിയ വീലായതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ടേ ഓടി എത്തത്തുള്ളൂ. എന്നാലും വേണ്ട ഒരു 9 മണിക്ക് വന്നാൽ ഞാൻ ഇത് വേഗം ചെയ്യുന്ന ആളാണ്, എല്ലാവർക്കും അറിയാം. വന്നാൽ കാര്യം നടക്കും. പക്ഷേ ഇതിൻ്റെ ചുമതലക്കാരനും എനിക്കും ഉണ്ടായ 1 മണിക്കൂറിനകത്തെ മാനസികാവസ്ഥ വളരെ വിഷമായി. ഏതായാലും ഞാനിത് കരഞ്ഞ് പറഞ്ഞപ്പോൾ ഓട്ടോക്കാരൻ്റെ ചോദിക്കാനായിട്ട് പോകും. തെക്കുന്നൊരു ബസ് വരുന്നു. ബസ് വന്ന് അടുക്ക വന്നപ്പോൾ ഓണ്ട സ്റ്റാമ്പ് കൈ കാണിച്ച് നിർത്തി കേട്ടോ. അതേ കയറ്റി 8:25 ആയപ്പോൾ ഇവിടെ വന്നു, കാവുമ്പാത്ത് വന്നു. അവിടെ നിന്ന് ഞാനൊരു വണ്ടിക്കൂലി എന്നുള്ളത് ഞാനൊരു 100 രൂപയുടെ കൊടുത്തിട്ട് മേടിച്ചില്ല. ഭഗവാന്റെ ഒരു ഏർപ്പാടാണ്. വണ്ടിയുടെ പേര് മുസ്ലിമിൻ്റെ പേരാണ്. ഞാൻ നോക്കിയാൽ മേടിച്ചില്ല. അവിടുന്ന് ഞാൻ റോട്ട് പിടിച്ചു 9 മണിക്ക് അവിടെ വന്നു. കൃത്യമായിട്ട് 10 മണിക്ക് വിളക്ക് പോകുന്നു. അതുപോലെ നടന്നു. അന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചു, ആരെയും എൻ്റെ മക്കളിൽ ആരെയും ഒരാളിനെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ ഇതിനകത്ത് കുറച്ച് മനസ്സമാധാനവും സന്തോഷവും അതാണ് വേണ്ടത്. അത് വീണ്ടുമുള്ള രണ്ടാമത്തെ പ്രദീപ് എന്നയാളുടെ പേര്. അയാളാണിപ്പോൾ 10-30 വർഷമായിട്ട് അയാൾ പഠിച്ച് അയാളാണിപ്പോൾ ചെയ്യുന്നത്. ഞാനതുകൊണ്ട് ദൂരെയൊക്കെ അവനെ ഇടും. ഇവിടെയൊക്കെ ഉള്ളതെങ്കിൽ ഞാനെടുക്കും. ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഞാൻ ഇതിനകത്തൊന്ന് വിശ്രമ ജീവിതത്തിലാണ് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് വേണം. ഇടയ്ക്കൊക്കെ ചുട്ടിയിടാൻ പോകും. പോകും. അവിടെ ഈ അടുത്ത കാലത്ത് മോനൊരു വഴിക്ക് പോയപ്പോൾ അന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ ഭഗവാന്റെ കളി മുട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ വരേണ്ടി വന്നു. അങ്ങനെ ഞാൻ 1 ദിവസം ചെയ്തു. അവിടെ എന്നാലും നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല. ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ്. ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് കുറേ നേരം ഇരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങൾക്കും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കാഴ്ചയ്ക്ക് പ്രയാസമില്ലെങ്കിലും ഇപ്പോൾ ഇത് ചെയ്യുന്ന കണ്ട ഇപ്പോൾ രാധാകൃഷ്ണന് വേണമെങ്കിൽ എനിക്ക് ചെയ്യാമെന്ന് തോന്നുന്നു കാഴ്ചയ്ക്ക്. പക്ഷേ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതൊരു വശമാണ്. അതില്ലാതെ പറ്റത്തില്ല. കാഴ്ചക്കാരന് കാണും എനിക്ക് ചെയ്യാവുന്നു, പക്ഷേ ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ ഇരിക്കാനൊക്കത്തില്ല. അരമണിക്കൂർ എൻ്റെ കാലിൻ്റെ മോട്ടയ്ക്ക് ഇത്രയുണ്ട്, ഒരു മുഴ കാലുണ്ട്. പക്ഷേ അത് ഇരുന്നിരുന്ന് ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. എൻ്റെ പിതാവ് ഒരു കഥകളി നടനായിരുന്നുകൊണ്ടാണ് എനിക്കകത്ത്
ഇത് വരാനിടയായത്. ഉടനെ അച്ഛൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ, രാമൻകുട്ടി ആശാൻ ഇങ്ങനെ പ്രഗത്ഭരായ കഥകളി നടന്മാർക്കൊക്കെ ചുട്ടിക്കുത്തിയിട്ടുള്ള ചമയക്കാരനാണ് ശ്രീ ഗോപിനാഥൻ നായർ. പണ്ടുകാലത്തുണ്ടായിരുന്ന എല്ലാ കലാകാരന്മാരും കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ, ഇങ്ങനെ ഒട്ടനവധി, പള്ളിപ്പുറം ഗോപാലൻ നായർ, ഗുരുവികുന്നൂർ രാമൻപിള്ള, പള്ളിപ്പുറം ഗോപാലൻ നായർ, തിരുവല്ല മാധവൻപിള്ള, കണ്ണഞ്ചിറ കൃഷ്ണപിള്ള, അരിപ്പാട്ട് രാമകൃഷ്ണപിള്ള, ചിന്നത്തിര ചെല്ലംപിള്ള, ഇങ്ങനെ ഒട്ടനവധി പ്രസിദ്ധരായ കഥകളി നടന്മാരുമായിട്ടും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുമായിട്ടും ഇടപെട്ട് നടന്നിട്ടുണ്ട് ഈ കലാരംഗത്ത്. രാമൻകുട്ടി ആശാനെ ഇപ്പോൾ ഒരു വിനയാന്വിതനായ ഒരു മനുഷ്യൻ, ഒരു കലാകാരൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട്. അദ്ദേഹം എന്നെ കാണുമ്പോൾ തൊട്ടങ്ങ് ഭവ്യതയിലുള്ള തുടിയിലാണ്. അവിടെ ഇങ്ങനെ പല പ്രാവശ്യം ആയപ്പോൾ ഞാൻ പറഞ്ഞു, ആശാന് ഇത്രയും വേണു, എനിക്ക് തന്നെ തോന്നി എന്നെ കളിയാക്കാമെന്ന് എനിക്ക് തോന്നല്. എന്നെ പറഞ്ഞു, അല്ലടൂ ഗോപിപിള്ള തന്നിലുള്ള ആ വിശ്വകർമാവിനെ ഞാൻ തൊഴുന്നേ, നിങ്ങളല്ല, നിങ്ങളിലുള്ളൊരു വിശ്വകർമാവില്ലേ, അദ്ദേഹത്തിനെയാണ് തൊഴുന്നേ. ഇത് എൻ്റെ ഇത്രയും നാളത്തെ കലാജീവിതത്തിലേക്കുള്ള ഒരു അനുഭവം ഞാനത്. അവിടെ അണിയറയിൽ വന്നാൽ ആദ്യം വേഷം കിട്ടി എല്ലാം പോകാൻ നേരം അണിയറ വിളക്കിലും തൊഴും. അത് കഴിഞ്ഞ് എന്നെ ഒന്ന് തൊഴുതിട്ട് ആ സാധാരണ വേഷക്കാരൊക്കെ പോകാറുള്ളൂ. ഈ വിശ്വകർമ്മ എന്നുള്ളതായിരിക്കും എല്ലാവരും തൊഴും. ഈ ഈ ഈ കലാകാരൻ മാത്രം, കലാമണ്ഡലം രാമൻകുട്ടി ആശാൻ മാത്രം എന്നെ തൊട്ട് തൊഴുതേച്ചേ പോകത്തുള്ളൂ. എവിടെ നിന്നാലും വന്ന് തൊട്ട് തൊഴുത് പോയി വരട്ടെ. കഥകളി നടന്മാർ പലരും പരമഭക്തരുമായിരുന്നു അല്ലേ? അതെ അതെ, ഇത് ഭയങ്കരമാണല്ലോ. അങ്ങനെ ഭക്തരാണ്. എൻ്റെ വീട്ടിൽ കളരിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ കഥകളി വേഷം പഠിക്കണമെന്നുള്ള മോഹമായിരുന്നു എനിക്കുണ്ടായിരുന്നു. വേറെ എല്ലാത്തിനും ആൾക്കാരുണ്ട്, വേഷക്കാരും മേളക്കാരും പാട്ടുകാരും ഒക്കെ ഇഷ്ടം പോലെ, പക്ഷേ ഇതിനാളില്ല, സമയക്കാർ കുറവാണ്. ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് നീ ഇത് പഠിച്ചാൽ മതി അച്ഛന് തോന്നി, ഭഗവാൻ തോന്നിച്ചാൽ മതി എനിക്കറിയില്ല, നീ ഇത് പഠിക്കണം. എന്നാൽ തിരുവമ്പുണ്ടൂർ എന്ന് പറയും രാമൻപിള്ള എന്നൊരാളായിരുന്നു ഇവിടെ കളിക്ക് വന്നുകൊണ്ടിരുന്നു, തിരുവമ്പുണ്ടൂർക്കാരൻ. പക്ഷേ അദ്ദേഹം ദിവസവും വീട്ടിൽ വന്ന് അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ട് വീട്ടിൽ വരിക, അത് കഴിഞ്ഞ് കളിക്ക് വരിക, തിരിച്ച് പോകുമ്പോൾ വീട്ടിൽ കയറി കാപ്പി കുടിച്ചിട്ട് പോകും. അങ്ങനെയൊക്കെയാണ് പതിവ്. പിന്നെ ഒരു ദിവസം അച്ഛനെ പറഞ്ഞു, ഇവനിങ്ങനൊരു മോഹം, അതുകൊണ്ട് ഇവനക്ക് ദക്ഷിണ കൊടുത്ത് വാങ്ങിക്കപ്പോൾ കേട്ടോ. ദക്ഷിണ വാങ്ങിച്ച് പുള്ളിയുടെ ശിഷ്യത്വം ഞാൻ സ്വീകരിച്ചു. അങ്ങനെ അന്ന് തൊട്ട് ആണ് ഒരു 4ാമത്തെ വയസ്സിലായിരുന്നു അത്. ഞാൻ തുടങ്ങിയത് 12ാമത്തെ വയസ്സ് തുടങ്ങിയത്, 15ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ അരങ്ങേറ്റം. അങ്ങനെ 3-4 കൊല്ലം. ഇതിനോടകം എത്ര കഥകളി വേഷങ്ങൾക്ക്? 1.5 ലക്ഷം വേഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനോടകം. 1.5 ലക്ഷം കണക്കാ, ചുമ്മാ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല. പക്ഷേ അതിനകത്ത് എൻ്റെ ബുക്കും കാര്യങ്ങളും ഉണ്ട്. ഓരോ ദിവസവും ഞാൻ ഈ ഉള്ള ഉദ്യോഗസ്ഥൻ കൂടെ ആയതുകൊണ്ട് എനിക്ക് ഈ പ്രോഗ്രാം വരുമ്പോൾ ഞാൻ ഇത് എഴുതി വെക്കും. ഒരു 10-40 കൊല്ലത്തെ ഡയറി ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. മുമ്പുള്ള കുറേയൊക്കെ പോയിട്ടുണ്ട്. ഓരോ ദിവസവും ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ടാണ് ഇത് പരിപാടി. വേറെ ജോലിയുള്ളതുകൊണ്ടേ ഇത് അറിഞ്ഞണമല്ലോ. അത് കഴിഞ്ഞ് ഇവിടെ ഓരോ ദിവസവും നമ്മൾ ശരാശരി ഒരു ദിവസം ഒരു 4-5 വേഷമെങ്കിലും നമ്മൾ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ വന്നാൽ തന്നെ ഇത്രയും വർഷത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞത് കൂടുതലേ വരത്തുള്ളൂ. 1.5 ലക്ഷത്തിൽ കൂടുതൽ വരും. ഞാനൊരു ഉദ്ദേശം പറയുന്നതേ ഉള്ളൂ. 1.5 ലക്ഷം വേഷമോളം ഞാൻ ഉണ്ടാക്കി. ഈ തുടക്കം മുതലേ ശ്രീവല്ലഭ വിലാസം കഥകളി യോഗമായിട്ടായിരുന്നു അങ്ങോട്ടേ അങ്ങനെയാണ്. അങ്ങനെ അതുമായിട്ട് അല്ലാതെ വായിച്ചാലും പോവും, വേറെ പോകാറുണ്ട്. മിക്കവാറും ഇതിനായിട്ട് കൂടെ ഈ കഥകളി യോഗത്തിലെ ഒരു അംഗമാണ്. അതുപോലെയാണ്. എൻ്റെ ഫാദറും ആ ഗോവാരപ്പണിക്കുന്ന ഒരാളുണ്ട് നേരത്തെ, അച്ഛൻ്റെ സുഹൃത്ത്, അദ്ദേഹവുമായിട്ടുള്ള ഒരു കമ്പനി. ആ സ്വഭാവം ഇപ്പോഴും എന്നോടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനാണ് ഇപ്പോൾ ഇത് നടത്തുന്നത്. ആ അച്ഛനോടുള്ള ആ സ്നേഹവും മനസ്സിന് ഇപ്പോഴും അവരെന്നോടുണ്ട്, എനിക്ക് അങ്ങനോടുമുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇങ്ങനെ അത് എൻ്റെ മോനോടുമുണ്ട്. അപ്പോൾ ഞങ്ങൾ കുടുംബപരമായിട്ട് അങ്ങനെ കലാവല്ലഭനുമായിട്ടും ഭഗവാനുമായിട്ട് ചേർന്ന് നടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം എന്ന് തന്നെ പറഞ്ഞാൽ ഈ ഭഗവാന്റെ തന്നെ ഒരു അംശമാണ്. മനസ്സിലായില്ലേ? അച്ഛനെ, ഞാൻ, മകനെ, ഇവിടെ ഇങ്ങനെ ഒരു തലമുറയായിട്ട് ഇങ്ങനെ ഈ കലാവല്ലഭൻ്റെ കലയോടുള്ള ആസക്തി നമ്മളും. എനിക്ക് അനുഭവങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പല അനുഭവങ്ങൾ ഭഗവാനിൽ നിന്നുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. കഥകളിക്ക് പേരുകേട്ട ഒരിടമാണ് തിരുവല്ലയിലെ പുരാതനമായ ശ്രീവല്ലഭ ക്ഷേത്രം. ഇവിടെ കഥകളി ദേവനെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വഴിപാടായാണ് കരുതിപ്പോരുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ദിവസവും ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ കഥകളിയാട്ടം ഉണ്ടാവാറുമുണ്ട്.
കഥകളി വേഷക്കാരുടെ ചുട്ടി എങ്ങനെ അരിമാവിൽ നിന്ന് കടലാസിലേക്ക് മാറി അല്ലെങ്കിൽ മാറ്റപ്പെട്ടു എന്ന് തിരുവല്ലയിലെ പ്രശസ്തനായ കഥകളി ചമയ ആചാര്യൻ ശ്രീ തിരുവല്ല ഗോപിനാഥൻ നായർ നമ്മളോട് വിശദീകരിച്ചു കഴിഞ്ഞു. മൊസൈക്ക് ഇന്ത്യയുടെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റൂർ സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. Mosaic India, a mirror to memorable musings. Magniloquent, optimistic, zestful, awesome, inspirational, and courageous. Let's explore together.